ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ. റിമ മിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിലെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ ആയിരുന്നു മെഡീവൽ ഇന്ത്യ സൊസൈറ്റി, റിസോഴ്സ് ആൻഡ് ട്രേഡ്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ടൗൺസ് ആൻഡ് ട്രേഡിനെ കുറിച്ച്. നമ്മൾ എങ്ങനെയാണ് ആദ്യം നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ ആണല്ലേ വന്നത്. ഈ അഗ്രികൾച്ചർ പിന്നീട് എന്തിലേക്ക് നയിച്ചു? വാണിജ്യത്തിലേക്ക് നയിച്ചു. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ക്രിയേറ്റഡ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. മക്കളെ, സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മൾ കാർഷിക മേഖല പുരോഗമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അവിടെ വാണിജ്യം കൂടും അല്ലേ, ട്രേഡ് ആൻഡ് കൊമേഴ്സ് കൂടും. ഓക്കെ, ദെൻ കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കി. സാധാരണ നമുക്ക് അഗ്രികൾച്ചറിൽ നമുക്ക് ഈ മിച്ചം വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് നടത്തൂലേ. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്കവിടെ സ്വാഭാവികമായിട്ടും എന്താണ്, ട്രേഡ് വാണിജ്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഫോറിനേഴ്സിലുള്ള ആൾക്കാരെ നമ്മുടെ ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ എന്തായിരിക്കും അവരെ ആകർഷിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കിയാലോ എന്തൊക്കെയായിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇല്ലേ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അതായത് ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ഇന്ത്യയിലെ തുണിത്തരങ്ങൾ, ദെൻ ലെതർ, പിന്നെ ജംസ്, സാൻഡൽ അല്ലെങ്കിൽ സെൻഡാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സാൻഡാൽ, ഈ രത്നങ്ങൾ, ദെൻ തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ്, പിന്നെ ഇന്ത്യൻ സ്പൈസസ്. ഇതാണ് ഇന്ത്യൻ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇതാണ് എന്ത്, പേള്. ഇതെന്താണ്, റബ്ബർ അല്ലേ, ലെതർ എന്നൊക്കെ പറയും. ഇതെന്താണ്, തുണിത്തരങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ്, ഇതൊക്കെയാണടാ. അത് മാത്രമല്ല ഐവറി എന്താണ്, ആനക്കൊമ്പ് അല്ലേ. ഇതൊക്കെ ആയിരിക്കും എന്ത്, ഈ ഫോറിനേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളാണ് ഈ പറയുന്നത്. എന്തൊക്കെ മക്കളെ, ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പേൾ കേട്ടോ, ആ നേരത്തെ കാണിച്ചത് ഈ പേള്, ദെൻ ആനക്കൊമ്പ്, ഐവറി തുടങ്ങിയവരെന്താ പുറം നാടുകളിലെ ആൾക്കാർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. നമ്മുടെ ഇന്ത്യയിലുള്ള ഇതൊക്കെ എന്താണ്, നമ്മുടെ ഫോറിനേഴ്സിന് ഇഷ്ടമുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കാം അതൊക്കെയാണ് നമ്മുടെ ഫോറിനേഴ്സിനെ നമ്മുടെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു വ്യാപാര ബന്ധം അല്ലെങ്കിൽ വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവരെ ആകർഷിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പൈസസ്, ദെൻ തുണിത്തരങ്ങൾ, പേള്, ലെതർ, ഇതൊക്കെ റബ്ബർ അല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഫോറിനേഴ്സിനെ നമ്മുടെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കാരണമായത്. ഓക്കെ, ഇതുപോലത്തെ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ.